നമുക്ക് നാടൻ രീതിയിലുള്ള പുളിയില മത്തി കുട്ടികളെ ചമ്മന്തി ഉണ്ടാക്കിയല്ലോ. പുളിയില ചമ്മന്തി വാളൻ പുളിയുടെ ഇലയാണ് കേട്ടോ. കുരുന്നില വേണം. അത് ഇത്രയും എടുത്ത് കാണിക്കുന്ന ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ. അപ്പം നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ: ചെറിയുള്ളി വേണം, 10-12 ചെറിയുള്ളി വേണം, കുരുമുളക്, പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ്, പിന്നെ കാന്താരി മുളക് വേണം, ഇഞ്ചി നന്നായിട്ട് വേണം, ഒരു വെളുത്തുള്ളി മതി കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം, ഒന്ന് നന്നായിട്ട്. അത് കഴിഞ്ഞതിന് ഉപ്പുകല്ലോ ഉപ്പുപൊടി എന്തെങ്കിലും ഇട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിന് പുളിയൊന്നും വേണ്ട. ഈ വാളംപുളിയുടെ കുരുന്നായതുകൊണ്ട് അതിന് നല്ല പുളിയുണ്ട്. അപ്പം നമുക്കതിനനുസരിച്ച് ഒരു 2 പിടുത്തം വാളംപുളിയും ഇട്ടു, അതനുസരിച്ച് 2 പിടുത്തം തേങ്ങയും കൂടെ ചെറിയത് ഞാനിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിന് നമുക്ക് ലേശം വെള്ളം ഒഴിക്കാവുള്ളൂ, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. അതെങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് കുറച്ച് ഉപ്പോളം വെള്ളം ഒഴിച്ച് നമ്മളത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ചമ്മന്തി പരുവത്തിലിരിക്കും. എന്നിട്ട് നമുക്ക് മത്തി ഒരു 12 മത്തി ഞാൻ എടുത്തിട്ടുള്ളൂ. മത്തി ചെറുതായിട്ടും നുറുക്കണം, ചെറുതായിട്ടും ഒരു 3-4 കഷ്ണമായിട്ട് നമ്മൾ ഒരു മത്തിനെ നുറുക്കിയെടുക്കണം. എന്നിട്ട് ഇതിലുമായിട്ട് മിക്സ് ചെയ്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് 2 തവ വേണം. അതിലൊരു തവയിലേക്ക് വാഴയില ഇതുപോലെ സ്ക്വയറായിട്ട് വെച്ച് ഇങ്ങനെ പരത്തി നന്നായിട്ട് തിന്നായിട്ട് പരത്തുക കേട്ടോ. എന്നിട്ട് ചെറുതീയിൽ കല്ലൊന്ന് ചൂടായതിന് ശേഷം പിന്നെ നമുക്ക് ചെറുതീയിൽ ഇതിനെ തിരിച്ച് മറിച്ചു എടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇതിങ്ങനെ പരത്തിയതിന് ശേഷം വാഴയില മുകളിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടപ്പ് വെച്ച് പതുക്കെ അടച്ച് വെക്കുക, ചെറുതീയിൽ ഇത് അടയ്ക്കുക കേട്ടോ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്ത് നമുക്ക്, അല്ലെങ്കിൽ ചൂടാത്തെ പിടിക്കാനായിട്ട്, അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്ത് തിരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് തന്നെ അടിയിലെ ഇല വലിച്ചിങ്ങിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഇല അടിയിലുള്ള ഇല അതൊന്ന് മാറ്റി കൊടുത്ത് ഈ ഇല നമുക്കൊന്ന് മാറ്റി വേറൊരു ഇല വെക്കണം. അങ്ങനെ തിരിച്ച് മറിച്ച് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പഴയ പണ്ടത്തെ നാടൻ ചമ്മന്തിയാണ്. പുളിയിലെ മത്തിയും കൊണ്ട് വെച്ചിട്ടുള്ള ചമ്മന്തി കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുതേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. വലിയ പണിയൊന്നുമില്ല. ഇത് പണ്ട് കാലത്ത് അമ്മിക്കല്ലിൽ അത് അരച്ചെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് അമ്മിക്കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ വെള്ളം തീരെ വേണ്ട. ഓരോ സ്പൂൺ വെച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യും.